റോഡുകൾ നദികളായി മാറുന്നു. വെള്ളപ്പൊക്കം പണ്ട് നദികളിലായിരുന്നു. തോരാമഴയിൽ കരകവിഞ്ഞ് കുത്തിയൊഴുകുന്ന നദികളിലൂടെ തീരത്തെ കുടിലുകളും വൻമരങ്ങളുമൊക്കെ ഒലിച്ചു പോകുമായിരുന്നു. ഇപ്പോൾ മഴക്കാലത്ത് റോഡുകളാണ് ആദ്യം നദികളായി മാറുന്നത്. കാറുകളും ബസ്സും കളിപ്പാട്ടങ്ങൾ പോലെ ഒഴുകിപ്പോകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് അപരിചിതമല്ല. മരങ്ങൾ നിന്നിരുന്ന സ്ഥാനത്ത് കോൺക്രീറ്റ് തൂണുകളും നദികളുടെ കരകളിൽ വാട്ടർ ഫ്രണ്ട് വില്ലകളും പുൽക്കൊടികളും നിന്നിരുന്ന ഇടങ്ങൾ 6 വരി പാതകളായപ്പോൾ സംഭവിച്ച സ്വാഭാവിക മാറ്റമാണിത്. നമ്മുടെ ഗ്രാമങ്ങൾ നഗരങ്ങളായി മാറാൻ തുടങ്ങിയ 70കളിൽ പരിസ്ഥിതിക്ക് വേണ്ടി വാദിച്ചവരെ വികസന വിരോധികളെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയാണ് ചെയ്തിരുന്നത്. അമ്പരചുംബികളായ ബഹുനില മന്ദിരങ്ങളും നിരത്തുകളും ശ്വാസം മുട്ടിക്കുന്ന വാഹനങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഇന്ന് എല്ലാവരും സംസാരിക്കുന്നത് പരിസ്ഥിതിയെയും കാലാവസ്ഥാ വ്യതിയാനത്തെയും കുറിച്ചാണ്. അതിശൈത്യത്തിൽ ഡൽഹിയും ഹരിയാനയും സ്തംഭിക്കുന്നത് ഇന്ന് പതിവ് കാഴ്ചയാണ്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 16 സ്വപ്ന നഗരത്തിൽ മഴയുടെ താണ്ഡവം നടന്നത്. കാത്തുനിൽപ്പ് കൊടിയ കാലം. ഐക്യരാഷ്ട്രസഭ 13ാം സുസ്ഥിര വികസന ലക്ഷ്യത്തിൽ പറയുന്നതും വരുംകാല കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചാണ്. അതിതീവ്ര മഴ, കൊടിയ മഞ്ഞുവീഴ്ച, ചുഴലിക്കാറ്റ്, തീപിടുത്തം എന്നിവ അതിജീവിക്കാൻ ലോകരാജ്യങ്ങൾ എപ്രകാരം തയ്യാറാകണമെന്ന് പ്രതിപാദിക്കുന്ന വിശദമായ ഒരു രൂപരേഖ ഐക്യരാഷ്ട്രസഭയുടെ ആവാസ വ്യവസ്ഥ വിഭാഗം തയ്യാറാക്കിയിട്ടുണ്ട്. ദുബായിൽ കണ്ട പ്രളയം ലോകനഗരങ്ങൾക്കുള്ള വലിയ ചുവരെഴുത്താണ്. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും കൂടിയ താപനില നേരിട്ട ഈ വേനൽ കഴിഞ്ഞു വരുന്ന കാലവർഷവും ഏറ്റവും ശക്തിയോടെ തന്നെ അറബിക്കടലിൽ നിന്നും ഇന്ത്യ ഭൂഖണ്ഡത്തിലേക്ക് കടക്കും. നമ്മുടെ അധികാരികൾ കാലാവസ്ഥാ ചുവരെഴുത്തുകൾ തിരിച്ചറിഞ്ഞ് എത്രയും വേഗം പുതിയ നഗര വികസന ചരിത്രം എഴുതുമെന്ന് പ്രതീക്ഷിക്കാം.